സാർ നമസ്കാരം. നമസ്കാരം. VS അച്യുതാനന്ദന്റെ കാലത്ത് തന്നെ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ VS അച്യുതാനന്ദനായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് ഏറെ ദൂരം നിയമപരമായി മുന്നോട്ട് പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക ആചാര്യൻ്റെ രാഷ്ട്രീയ സ്വാധീനവും സമ്മർദ്ദവും ഉപയോഗിച്ചുകൊണ്ട് ആ കേസ് പലപ്പോഴായി ശരിയായ ദിശയിൽ അന്വേഷണം നടക്കുന്നതായി കണ്ടില്ല, അട്ടിമറിക്കപ്പെടുന്നതായാണ് കണ്ടത്. പിന്നീട് SNDP ജനറൽ സെക്രട്ടറിയുടെ വിശ്വസ്തൻ എന്ന് പറയപ്പെടുന്ന KK മഹേശൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ വലിയ ദുരൂഹതകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടത്. അതായത് മൈക്രോ ഫിനാൻസിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു ഈ KK മഹേശൻ എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ വലം കൈയായിരുന്ന ഇയാളിലൂടെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന ഈ യോഗം ജനറൽ സെക്രട്ടറി മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. എന്നാൽ KK മഹേശന് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ടോ അല്ലെങ്കിൽ KK മഹേശൻ്റെ അക്കൗണ്ട് വഴി മൈക്രോ ഫിനാൻസിലെ യാതൊരു തരത്തിലുള്ള പണ ഇടപാടുകളും നടന്നിട്ടില്ല. എന്നാൽ ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളിലും വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആലപ്പുഴയിലും പത്തനംതിട്ടയിലുമെല്ലാം ഒരേ സമയത്ത് തന്നെ KK മഹേശനെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിജിലൻസും മറ്റ് അന്വേഷണ ഏജൻസികളും വിളിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. താനിതിൽ നിരപരാധിയാണെന്നും തനിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മറ്റൊന്നും സംസാരിക്കാനില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് KK മഹേശൻ മൊഴി കൊടുത്തിട്ടും അവസാനം മൈക്രോ ഫിനാൻസും തട്ടിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങളും KK മഹേശന്റെ തലയിലേക്ക് വെള്ളാപ്പള്ളി മനഃപൂർവ്വം ഇട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് കേസ് മാറുകയായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ മഹേശൻ ദീർഘമായ ഏതാണ്ട് 36 പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് കണിച്ചുകുളകരയിലുള്ള ഒരു SNDP ഓഫീസിൽ താൻ യൂണിയൻ ഭാരവാഹിയായ ഓഫീസിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു ആത്മഹത്യക്കുറിപ്പ് കൂടി അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ SNDP യോഗം ഭാരവാഹികൾക്കും താൻ തൻ്റെ ഈ ജീവൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഒറ്റക്കുറിപ്പ് ആത്മഹത്യ കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു. ഇവിടെ 6 കൊല്ലം മുമ്പ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് VM സുധീരൻ KK മഹേശൻ്റെ കൊലപാതകത്തിൽ അഥവാ ദുരൂഹ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ VM സുധീരൻ 2 തവണയും കത്ത് നൽകിയത് അത് സർക്കാർ ചവറ്റുകുട്ടയിലെറിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ കഴിഞ്ഞ ദിവസം വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ്റെ മഹേശനുമായിട്ടുള്ള ദുരൂഹ ബന്ധങ്ങളും മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമെല്ലാം അന്വേഷിക്കേണ്ടതാണെന്നും KK മഹേശൻ്റെ മരണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് കാണിച്ചുകൊണ്ട് VM സുധീരൻ മുഖ്യമന്ത്രി VD സതീശന് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തരം കേസുകൾ വളരെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശനെ നേർക്ക് നേർ നിന്ന് അദ്ദേഹത്തിൻ്റെ നയ വ്യതിയാനങ്ങളെ എതിർത്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എന്താണ് നന്ദകുമാർ സാറിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതായത് ഒരു ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ മരണക്കുറിപ്പാണ്. ആ മരണക്കുറിപ്പിൽ പേരെഴുതി വെച്ചാൽ ഫൈനലാണ്. ഇതിൽ മൈക്രോ ഫിനാൻസുമായുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട് VS അച്യുതാനന്ദൻ കൊടുത്ത കേസിൽ 184 കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ അതിൽ യാതൊരു നടപടിയും ഉണ്ടാവാതിരുന്നത് പിണറായി വിജയനും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ബന്ധപ്രകാരമാണ്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പ്രധാനമായിട്ടും പറഞ്ഞത് തൻ്റെ മരണത്തിന് ഉത്തരവാദി വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പ് ഞാൻ വായിച്ചിട്ടുള്ളതുമാണ്. അത് പ്രകാരം വെള്ളാപ്പള്ളിയും അതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയും അറസ്റ്റ് ചെയ്യേണ്ട സമയം എന്നോ കഴിഞ്ഞിരുന്നു. പിണറായി വിജയനുമായുള്ള ധാരണ പ്രകാരം പിണറായി വിജയൻ യാതൊരു തരത്തിലും അന്വേഷണം നടത്തില്ല, വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാലം വെള്ളാപ്പള്ളി നടേശൻ സുരക്ഷിതനായി കഴിയുന്നത്. അതേപോലെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും. ഇവരുടെ പേരിൽ വളരെ അതിഗുരുതരമായ കാര്യങ്ങളാണ് അതിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് പിന്നോക്ക വികസന കോർപ്പറേഷന് ലഭിച്ച ഫണ്ട്, അത് സാധാരണക്കാരായ ആളുകൾക്ക് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഫണ്ടായിരുന്നു മൈക്രോ ഫിനാൻസ് വഴി. എന്നാൽ ആ ഫിനാൻസ് വഴി വരേണ്ട ഫണ്ട് വലിയ പലിശ, വമ്പൻ പലിശയ്ക്ക്, വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുകയും അങ്ങനെ 10,000-ഓളം ആളുകളുടെ വീടുകൾ ജപ്തി ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് ഇതിൻ്റെയൊക്കെ പരിപൂർണ ഉത്തരവാദിത്വം KK മഹേഷിൻ്റെ തലയിൽ കെട്ടിവെച്ച് ഈ വെള്ളാപ്പള്ളിയും അതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയും തടിയൂരാൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് തന്നെ കുടുക്കി വെള്ളാപ്പള്ളിയും അതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയും രക്ഷപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി കൃത്യമായ തെളിവുകൾ സഹിതം വളരെ ഡീറ്റെയിൽ ആയ 36 പേജ് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചത്. ആ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച്
കണിച്ചുകുളങ്ങര SNDP ഓഫീസിൽ വെച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത്. ഇത് തൂങ്ങി മരിച്ചതാണോ, ഞാൻ ആത്മഹത്യയാണോ, നമുക്ക് ഇപ്പോഴും കൊലപാതകമാണോ എന്നിപ്പോഴും നമുക്കറിയില്ല. അതിൽ വിശദമായൊരു അന്വേഷണം നടന്നിട്ടില്ല. അതിന് കാരണം കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചിരുന്ന പിണറായി വിജയനും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള അവിഹിതമായ കൂട്ടുകെട്ട് തന്നെയാണ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. കൃത്യമായി VM സുധീരൻ ഈ കാര്യത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിരിക്കുകയാണ്. ആ പരാതി കൃത്യമായ നടപടിയിലേക്ക് വന്നാൽ പ്രഥമദൃഷ്ട്യാ തന്നെ പ്രതികളായ ഈ 2 പേരെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല വെള്ളാപ്പള്ളിയുമായി അടുത്ത ബന്ധമാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രധാനം. സമുദായ നേതാക്കളുമായി അകറ്റി നിർത്തുന്ന ഒരു നയരൂപീകരണമാണ് നമ്മുടെ VD സതീശനെങ്കിൽ, എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെയല്ല. എല്ലാ സമുദായിക നേതാക്കന്മാരുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ചും ഹരിപ്പാട് മത്സരിക്കുമ്പോൾ അവിടെ ഈഴവ വോട്ടുകൾ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കൊല്ലം MLA കൊല്ലം മന്ത്രിയുമായി ഇപ്പോൾ മന്ത്രിയുമായ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയെ പോയി ചെന്ന് കാണുകയും താഴ്ന്നു നിന്ന് തൊഴുതു പോകുന്ന രംഗം പുറത്തു വരികയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ സമുദായ നേതാക്കന്മാരെ യാതൊരു തരത്തിലും പ്രീണനം വേണ്ട എന്ന് തീരുമാനിച്ച VD സതീഷിനെതിരാണ് ബിന്ദു കൃഷ്ണയുടെ നിലപാട്. അതേപോലെ തന്നെ ലിജുവും ഇത്തരം കാര്യങ്ങളിൽ സ്വല്പം വിട്ടുവീഴ്ച മനോഭാവത്തോടെയാണ് നിൽക്കുന്നത് എന്നുള്ളതും വളരെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ സത്യം തുറന്നു VM സുധീരൻ്റെ പരാതിയിൽ കൃത്യമായി നടപടി വരികയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശനും അതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയും അറസ്റ്റിലാകും. അത് കൃത്യമായി മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷെ സാറ് കഴിഞ്ഞ ഒരു ദിവസം മറ്റൊരു സംഭവം കൂടി നടക്കേണ്ടായി. അതായത് കേരള കൗമുദിയുടെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് 115ാമത് വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആലപ്പുഴയിൽ വെച്ച ഒരു ചടങ്ങ്. ആ ചടങ്ങിൽ വെള്ളാപ്പള്ളി നടേശനെയും അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികരെയും എല്ലാം ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായി. ചടങ്ങിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും LLIJUവും എല്ലാം പങ്കെടുക്കുന്നു എന്ന് നോട്ടീസ് പ്രോഗ്രാം അച്ചടിച്ച് പുറത്തിറക്കുകയും ആ സമയമായപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും LLIJUവിനും പങ്കെടുക്കാൻ സാധ്യമല്ല, KPCCയുടെ വിപുല യോഗം നടക്കുന്നതിനാൽ ഒരു കാരണവശാൽ ആ സമയത്ത് ഫ്രീ ആവാൻ പറ്റില്ല എന്ന് കാണിച്ചുകൊണ്ട് സംഘാടകരെ അറിയിക്കുകയായിരുന്നു. ഇവർക്ക് 2 കൂട്ടർക്കും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ യോഗം തന്നെ മാറ്റിവെക്കുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. ഇതിന് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന മാനം, ഇപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ കൊല്ലം MLA മന്ത്രിയുമായ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ച് അനുഗ്രഹം മേടിക്കുന്ന ചിത്രങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു. അതുപോലെ രമേശ് ചെന്നിത്തലയും മറ്റൊരു ചടങ്ങിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത് അനഭിമിതമായൊരു രീതിയാണ്, പെരുമാറ്റ രീതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ ചടങ്ങ്, അദ്ദേഹം സംബന്ധിക്കുന്ന ചടങ്ങ് ബഹിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് രമേശ് ചെന്നിത്തലയും LLIJUവും ആ ചടങ്ങിലേക്ക് എത്തിച്ചേരാതിരുന്നത് എന്നൊരു ധ്വനി കൂടിയുണ്ട്. എത്തിച്ചേരാതിരുന്നതിൻ്റെ പേരിൽ ആ യോഗം തന്നെ മാറ്റിവെക്കപ്പെടുന്നൊരു കാഴ്ചയും കണ്ടിരുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ മത മേലധ്യക്ഷന്മാരെ കൂടുതലായി അങ്ങനെ താങ്ങി നിൽക്കുന്ന ഒരു സമീപനം ഇനി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലായിരിക്കുന്നത്. എന്നാൽ ഇവരോട് എല്ലാവരോടും അനുഭാവപൂർവമായ ഒരു പെരുമാറ്റം തന്നെയായിരിക്കും തനിക്കുണ്ടാകുക എന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. തിണ്ണനിറങ്ങിലും മതനേതാക്കളെ കാണാൻ പോകലും എല്ലാം രണ്ടും രണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയ സ്വാധീനം പഴയതുപോലെ ഈ കേസിൽ വിനിയോഗിക്കാൻ സാധിക്കും. പഴയ പോലെ വെള്ളാപ്പള്ളി നടേശന് യാതൊരു പ്രാധാന്യവും ഈ ഭരണത്തിലില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അപ്പുറത്ത് ഭരിക്കുന്ന വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ എല്ലാ തരത്തിലും പരിഹസിക്കുകയും അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും സാമുദായിക ധ്രുവീകരണം മലപ്പുറത്തുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത വെള്ളാപ്പള്ളി നടേശനെ ഏത് വിധേനയെങ്കിലും ഇല്ലാതാക്കണമെന്ന് കൃത്യമായിട്ട് അജണ്ടയുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് അപ്പുറത്ത് നിൽക്കുകയും VD സതീശൻ വളരെ സ്ട്രോങ് ആയി നിൽക്കുകയും ചെയ്യുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായി നിയമം നടപ്പിലാക്കിയേ പറ്റുള്ളൂ. ഇതിൽ കൃത്യമായിട്ട് നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആത്മഹത്യാക്കുറിപ്പ് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആത്മഹത്യാക്കുറിപ്പ് മഹേഷിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള സ്ഥിതിക്ക് അതിലുള്ള വസ്തുതകൾ പ്രകാരം വെള്ളാപ്പള്ളി നടേശനും അതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയും മുഖ്യ പ്രതികളായി മാറേണ്ടി വരും. 10 വർഷം ഈ കേസിൽ വെള്ളാപ്പള്ളി നടേശൻ 1-ാം പ്രതിയും തുഷാർ വെള്ളാപ്പള്ളിയും 3-ാം പ്രതിയാണ്. അങ്ങനെയാണ് കേസ് ഇപ്പോൾ നിലവിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പം ആ കേസിൽ മരണമൊഴിയാണ് ആത്മഹത്യക്കുറിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ 10 വർഷം ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ പ്രകാരം ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും.
അത് മാത്രമല്ല മൈക്രോ ഫിനാൻസ് 186ഓളം കേസുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി വളരെ ശക്തമായ രൂപത്തിൽ കഴിഞ്ഞ ശേഷം വാണിംഗ് കൊടുത്താണ്. അതുകൂടി ഏറ്റെടുക്കുമ്പോൾ ഈ ജൂൺ 15-ാം തീയതിക്കകം മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും റിപ്പോർട്ട് അന്വേഷിച്ച് സമർപ്പിച്ച് കോടതിയുടെ മുമ്പിൽ എത്തണമെന്ന് കോടതിയുടെ അന്ത്യശാസനമുണ്ട്. മാത്രമല്ല സാർ, ഇവിടെ മറ്റൊരു സംശയം കൂടിയുണ്ട്. കാരണം 2 തവണ VM സുധീരൻ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് പറഞ്ഞ്, അതായത് ഈ മഹേഷിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് പറഞ്ഞൊരു സർക്കാരിന് കത്ത് കൊടുത്തു. ഈ 2 തവണയും ഇതിൽ അന്വേഷണം ഉണ്ടായിരുന്നില്ല. VS അച്യുതാനന്ദൻ്റെ കാലത്ത് തന്നെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേസുമായി ഒത്തുകളിച്ച് വെള്ളാപ്പള്ളി നടേശനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികളിൽ മാന്ദ്യം വരുത്തി എന്ന് സംശയിക്കത്തക്കതായിട്ടുള്ള സാഹചര്യം ഉണ്ടോ? അല്ല, അതാണല്ലോ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് VS അച്യുതാനന്ദൻ കൊടുത്ത കേസിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടി ആരംഭിക്കാതെ അതിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും കേസെടുക്കുക മാത്രം ചെയ്തിട്ട് വേറെ നടപടിയൊന്നും എടുത്തിട്ടില്ലല്ലോ. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ച് നിർത്തിയത് കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം സാമുദായിക കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പ്രസ്താവനകൾ ഇറക്കിയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതേപോലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം അതുമായി ഉണ്ടായതാണ്. ഇതെല്ലാം ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ഏകീകരണം ഉണ്ടാകുകയും അതുവഴി UDFന് വൻ നേട്ടം ഉണ്ടാകുകയും ഉണ്ടായിട്ടുള്ളതാണ്. ഈ സന്ദർഭത്തിൽ വെള്ളാപ്പള്ളി നടേശനെ വെച്ച് പുലർത്തുക എന്നത് നടക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെ വേണം നമ്മൾ കരുതാൻ. അതല്ല എങ്കിൽ അത് വലിയ തിരിച്ചടിയായി UDFന് മാറും എന്നുള്ളതാണ് സത്യം. കാരണം വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഉള്ള കേസാണ് KK മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്നത്. ആ ആത്മഹത്യാക്കുറിപ്പും അതേപോലെ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ എല്ലാ വിവരങ്ങളും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അതിൽ വെള്ളാപ്പള്ളി നടേശൻ അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതല്ല എങ്കിൽ ഇവിടെ നീതി നടപ്പിലാവുന്നില്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം VD സതീശൻ ഭരണത്തിൽ വരുമ്പോൾ എല്ലാവർക്കും തുല്യ നീതി എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അതല്ല എങ്കിൽ തുടക്കത്തിൽ തന്നെ കല്ല് കടിച്ചു എന്ന് വേണം കരുതാൻ.